ഇന്ന് നമുക്ക് ജയറാമും ഉർവശിയുമൊക്കെ കേന്ദ്ര കഥാപാത്രത്തിലെത്തുന്ന പരിമള ആൻഡ് കോ എന്ന തമിഴ് സിനിമയുടെ കഥ നോക്കിയാലോ? വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപ് വീഡിയോ കാണുന്ന കൂട്ടുകാർ ഒന്ന് ലൈക്ക് ചെയ്തേക്കാനും കമന്റ് സെക്ഷനിലെ ഹൈപ്പ് എന്നൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്തേക്കാനും മറക്കരുതേ. ചെന്നൈയില് തന്റെ കുടുംബത്തിനൊപ്പം സന്തോഷമായിട്ട് ജീവിക്കുകയാണ് പരിമള. പരിമള എന്ന പേര് കേൾക്കുമ്പോൾ നിങ്ങൾ കരുതും അതൊരു പെണ്ണാണെന്ന്. പക്ഷേ അല്ല, അതൊരു പുരുഷനാണ്. പരിമളയ്ക്ക് ഭാര്യയും രണ്ട് പെൺമക്കളുമുണ്ട്. ഭാര്യയുടെ പേര് സ്വതന്ത്രമെന്ന. സ്വാതന്ത്ര്യ ദിനത്തിനാണ് സ്വതന്ത്രം ജനിച്ചത്. അതുകൊണ്ട് വീട്ടുകാര് സ്വതന്ത്രം എന്നങ്ങ് പേര് വെച്ചു. അതിനെപ്പോഴും സ്വതന്ത്രത്തിന് നല്ല പരാതിയുണ്ട്. അവരുടെ മൂത്ത മകളാണ് പരാശക്തി, രണ്ടാമത്തെ മകളാണ് മധുമിത. രണ്ട് പെൺമക്കളും പഠിക്കുകയാണ് ചെയ്യുന്നത്. പരിമളമാണ് കുടുംബത്തിന്റെ കാര്യങ്ങളൊക്കെ നന്നായിട്ട് നോക്കിക്കൊണ്ടുപോകുന്നതും. മാത്രവുമല്ല, ഇവർ വാടക വീട്ടിലാണ് താമസിക്കുന്നത്. എപ്പോഴും വാടകക്കാരൻ വന്ന് വീട്ടിൽ അങ്ങനെ ചെയ്യരുത്, ഇങ്ങനെ ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞു ഓരോ കാര്യത്തിനും പരാതി പറഞ്ഞുകൊണ്ടേയിരിക്കും. അതൊന്നും അവർ കാര്യമാക്കുന്നതേയില്ല. മാസാമാസം വാടകക്കാരന് കാശ് കൊടുക്കണം. വീടിന്റെ ചെലവ്, മക്കളുടെ പഠിത്തം, അതൊക്കെ കാരണം പരിമളം ചെലവ് ചുരുക്കിയാണ് ജീവിക്കുന്നത്. ഒരു മിഡിൽ ക്ലാസ് ഫാമിലി ആയതുകൊണ്ട് തന്നെ അതിന്റെ ബുദ്ധിമുട്ടെല്ലാം ആ കുടുംബത്തിലുമുണ്ട്. മൂത്ത മകളായ പരാശക്തി പഠിക്കുവാനൊക്കെ പോകുന്ന സമയത്ത് ഒരു പയ്യൻ അവളുടെ പിന്നാലെ നടക്കുന്നു. ആദ്യമൊന്നും പരാശക്തി അവനെ മൈൻഡ് ചെയ്യത്തേയില്ല. എന്നാൽ കാണുന്നൊക്കെ നല്ല പയ്യൻ, ജോലിയുമുണ്ട്. അതുകൊണ്ടൊക്കെ തന്നെ അവസാനം അവൾ അവനെ അക്സെപ്റ്റ് ചെയ്യുന്നു. രണ്ടുപേരും തമ്മിൽ വീട്ടുകാരറിയാതെ പ്രണയത്തിലാവുകയാണ്. അങ്ങനെയിരിക്കെ അവരുടെ ദിവസങ്ങളൊക്കെ സന്തോഷകരമായിട്ട് മുന്നോട്ട് പോകുന്ന ദിവസം, ഒരു ദിവസം വീടിന് മുന്നില് വർഗീസ് എന്നൊരാൾ വന്നിട്ട് വല്ലാതെ ബഹളമുണ്ടാക്കുന്നു. പരിമളം വിവരം അന്വേഷിച്ച് പുറത്തേക്ക് ഇറങ്ങി ചെല്ലും. അപ്പോഴാണ് പരിമളത്തിന്റെ ഇളയ മകളായ മധുമിതയോട് ആ പയ്യന് പ്രണയമാണെന്ന് വർഗീസ് തനിക്ക് ആ പെൺകുട്ടിയെ വിവാഹം കഴിപ്പിച്ച് തരണമെന്ന് പരിമളത്തിനോട് പറയുന്നു. ഒരു പരിചയമില്ലാത്ത ഒരുത്തൻ വന്നിട്ട് സ്വന്തം മകളെ വിവാഹം കഴിപ്പിച്ച് തരണമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും അച്ഛൻ കേൾക്കുമോ? നീ ഇവിടെ കിടന്ന് ബഹളമുണ്ടാക്കാതെ ഇവിടെ നിന്ന് പോ, എല്ലാവരും ശ്രദ്ധിക്കുന്നു എന്നൊക്കെ പരിമളം പറഞ്ഞിട്ടും അതൊന്നും ആ പയ്യൻ കേൾക്കുന്നതേയില്ല. വർഗീസ് ആണെങ്കിലോ വല്ലാതെ പ്രശ്നമുണ്ടാക്കുകയാണ്. ഈ വർഗീസ് ഒരു പേര് കേട്ട ഗുണ്ടയാ. അവനാണെങ്കിൽ അടി പിടി വെട്ട് കുത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ കോൺസെൻട്രേറ്റ് ചെയ്ത് നടക്കുന്ന ഒരു പയ്യനാണ് ഈ വർഗീസ്. അങ്ങനെയുള്ള വർഗീസിന് ആര് പെണ്ണ് കൊടുക്കാനാ? വർഗീസിന്റെ ജീവിതം അടിയും പിടിയൊക്കെ ആയിട്ട് ഇങ്ങനെ പോകുന്ന സമയത്താണ് ഒരു ദിവസം പഠിക്കാൻ പോയിട്ട് വരുന്ന മധുമിതയെ കാണുന്നത്. ആദ്യ കാഴ്ചയിൽ തന്നെ വർഗീസിന് മധുമിതയെ ഒരുപാട് ഇഷ്ടമായി. കെട്ടുന്നെങ്കിൽ ഇവളെ കെട്ടു എന്ന തീരുമാനം വർഗീസ് എടുക്കുന്നു. അന്നു മുതൽ അവളുടെ പിന്നാലെ നടക്കുകയാണ്. എപ്പോഴും തനിക്ക് ഇഷ്ടമാണ്, തന്നെ വിവാഹം കഴിക്കണമെന്ന് പറഞ്ഞ് മധുമിതയെ വല്ലാതെ ശല്യം ചെയ്യും. മധുമിതയ്ക്ക് ആ ടോർച്ചറൊന്നും താങ്ങാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. അവന്റെ പ്രണയം അവൾ അക്സെപ്റ്റ് ചെയ്യാത്തത് കൊണ്ടാണ് ദേ ഇപ്പോൾ വർഗീസ് വീട്ടിൽ വന്ന് പ്രശ്നമുണ്ടാക്കുന്നത്. നാട്ടുകാരെല്ലാവരും കേട്ടുകൊണ്ട് നിൽക്കുകയാണ്. അതേ സമയമായിരുന്നു പരാശക്തി വീട്ടിലേക്ക് വരുന്നത്. ഈ പരാശക്തിയും മധുമിതയും സഹോദരങ്ങളാണെങ്കിലും കണ്ണിൽ കണ്ടാൽ രണ്ടും കീരിയും പാമ്പും പോലെയാ. തന്റെ സഹോദരിക്ക് പ്രശ്നമാണെന്നറിഞ്ഞതും പരാശക്തി തങ്ങളുടെ ആ ഒരു ദേഷ്യമൊന്നും മനസ്സിൽ കാണിക്കാതെ അവൾ ഉടനെ തന്നെ സഹോദരിക്ക് വേണ്ടിയിട്ട് സംസാരിക്കുവാനായി ചെല്ലുന്നു. നേരെ വർഗീസിന്റെ അടുത്തെത്തി, നിനക്ക് എന്താടാ പ്രശ്നം? എൻ്റെ വീടിന് മുന്നിൽ വന്ന് നീ എന്തിനാടാ പ്രശ്നമുണ്ടാക്കുന്നത് എന്നൊക്കെ ചോദിച്ച് പരാശക്തി വല്ലാതെ ബഹളം. മാത്രവുമല്ല, വർഗീസ് തിരികെ ഓരോന്ന് പറയുന്ന സമയത്ത്, ദേ നീ ഇനി എൻ്റെ വീട്ടിൽ വന്ന് വല്ല പ്രശ്നവും ഉണ്ടാക്കിയാൽ നിന്നെ ഞാൻ കൊന്നുകളയും, എനിക്ക് അതിനു വേണ്ടിയിട്ട് ആളുകളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ് വർഗീസിനെ വിരട്ടുന്നു. ഒടുവിൽ കഷ്ടപ്പെട്ടാണ് പരിമള തൻ്റെ മകളെ അകത്തേക്ക് വിളിച്ചുകൊണ്ടു പോകുന്നതും. സ്വതന്ത്രം ഒരുപാട് വഴക്ക് പറയുന്നുണ്ട്. നീ ആരാ, ഗുണ്ടയോ? ഞാനൊരു ഗുണ്ടയാണോ പെറ്റുവെച്ചിരിക്കുന്നത് എന്നൊക്കെ ചോദിച്ച് വല്ലാതെ ബഹളം. പിന്നീട് അങ്ങോട്ടുള്ള ദിവസങ്ങളിലെല്ലാം പരിമള തന്റെ കുടുംബത്തിനൊപ്പം പുറത്തിറങ്ങിയാലും പരിമള ഒറ്റയ്ക്ക് പുറത്തു പോയാലും സ്വതന്ത്രം സാധനം വാങ്ങുവാനായിട്ട് പുറത്തിറങ്ങിയാലും ഈ വർഗീസ് വല്ലാതെ ശല്യം ചെയ്യുന്നു. മകളെ എനിക്ക് കെട്ടിച്ചു തരണം, നിങ്ങൾ എൻ്റെ അമ്മായിയച്ഛനും അമ്മായിയമ്മയും ഒക്കെയാണെന്ന് പറഞ്ഞ് വല്ലാതെ ടോർച്ചർ ചെയ്യുകയാണ്. ആ ഒരു ടോർച്ചർ ഒന്നും താങ്ങാൻ കഴിയുന്നില്ല. മാത്രവുമല്ല, മധുമിതയെ വഴിയിൽ തടഞ്ഞു നിർത്തുക, മാത്രവുമല്ല അവളുടെ ഫോട്ടോ എടുക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ വർഗീസ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. അതൊന്നും സഹിക്കാൻ വയ്യാതെ അവസാനം പരിമളം തൻ്റെ കുടുംബത്തിലുള്ള എല്ലാവരെയും വിളിച്ചിരുത്തിയിട്ട്, നമുക്കൊരു കാര്യം ചെയ്യാം, ഇവനിങ്ങനെ ജീവിച്ചിരുന്നു കഴിഞ്ഞാൽ നമുക്കൊരിക്കലും ജീവിക്കാൻ കഴിയില്ല. ഇവന്റെ ശല്യം നമ്മുടെ കുടുംബത്തിൽ കൂടി വന്നുകൊണ്ടേയിരിക്കും. എനിക്കെൻ്റെ മക്കളെ നന്നായിട്ട് വളർത്തണം. അതിന് ഇവൻ ജീവിച്ചിരിക്കാൻ പാടില്ല. നമുക്കിവനെ കൊല്ലണമെന്നും പരിമളം പ്ലാൻ ചെയ്യുന്നു. ദൃശ്യം സിനിമയും ദൃശ്യത്തിന്റെ റീമേക്കും ഒക്കെ കണ്ടു നടക്കുന്ന ടീമാ പരിമളവും കുടുംബവും. അതുകൊണ്ട് തന്നെ ആ സ്റ്റൈലില് നമുക്ക് ഈ വർഗീസിനെ അങ്ങ് തട്ടിക്കളയാമെന്ന് പ്ലാൻ ചെയ്യുന്നു. പക്ഷേ എന്തൊക്കെ ചെയ്തു കഴിഞ്ഞാലും അവസാനം പോലീസ് പിടിക്കുമല്ലോ എന്നൊരു പേടി പരിമളത്തിനുണ്ടാകുന്നു. അതുകൊണ്ട് തന്നെ ആ ഒരു ഐഡിയ ക്യാൻസൽ ചെയ്യാമെന്നും തീരുമാനിക്കും. മാത്രവുമല്ല, പോലീസിൽ വിവരം
വിവരമറിയിക്കാമെന്ന് കരുതിയാലോ ഈ വർഗീസ് ഒരു പേര് കേട്ട ഗുണ്ടയാണെന്നും മാത്രവുമല്ല ഇവന്റെ അച്ഛനെ ആരോ ഇവന്റെ കൺമുന്നിൽ വെച്ച് കൊന്നുകളഞ്ഞു. അമ്മ പറയുന്നുണ്ടായിരുന്നു വർഗീസിനോട്, നീ വലുതാകുന്ന സമയത്ത് നിന്റെ അച്ഛനെ കൊന്നവനെ നീ കൊല്ലണമെന്ന്. മാത്രവുമല്ല വർഗീസിന്റെ അച്ഛനെ കൊന്നവന് മുന്നിൽ വെച്ച് തന്നെ വർഗീസിന്റെ അമ്മ വെല്ലുവിളിക്കുകയുണ്ടായി, എന്റെ മകൻ ഒരിക്കൽ നിന്നെ കൊല്ലുവാൻ വേണ്ടിയിട്ട് വരുമെന്ന്. പറഞ്ഞതുപോലെ തന്നെ നടന്നു. അവൻ വളർന്നു വലുതായത് എങ്ങനെയെങ്കിലും ഒരു ഗുണ്ടയാകണം. തന്റെ അച്ഛനെ കൊന്നവനെ തനിക്ക് കൊല്ലണമെന്ന വാശിയോട് കൂടിയാണ്. അവൻ അതുപോലെ തന്നെ ചെയ്തു. വളർന്നു വലുതായി തന്റെ അച്ഛനെ കൊന്നവനെ ഒരു ദയവുമില്ലാതെ അവൻ വെട്ടിക്കൊലപ്പെടുത്തുകയാണ് ചെയ്തത്. അങ്ങനെ ഒരു കണ്ണിച്ചോരയില്ലാത്തൊരു ക്രിമിനലാണ് ഈ ഒരു വർഗീസ്. അതുകൊണ്ട് തന്നെ വർഗീസുമായിട്ട് വലിയ പ്രശ്നമൊന്നും വേണ്ട, ഒതുങ്ങിപ്പോകാമെന്നും പരിമളയും കുടുംബവും തീരുമാനിക്കും. അങ്ങനെ ഒരു ദീപാവലി ദിവസം പരിമളം തന്റെ കുടുംബത്തിനൊപ്പം ദീപാവലി ആഘോഷിക്കുവാനായി തീരുമാനിച്ചിരിക്കുക. ദീപാവലി ആഘോഷിക്കുന്നത് എങ്ങനെയാ? മറ്റുള്ള ആൾക്കാരൊക്കെ പടക്കം പൊട്ടിക്കുന്നതൊക്കെ മക്കളെ ടെറസിന് മുകളിൽ കൊണ്ടുവന്ന് കാണിക്കും. ദേ, ഈ പൊട്ടുന്ന പടക്കത്തിന് 1000 രൂപ, ഈ പൊട്ടുന്ന പടക്കത്തിന് 500 രൂപ, നമ്മുടെ ദീപാവലി അടിപൊളിയല്ലേ, എത്ര എത്ര രൂപയുടെ പടക്കങ്ങളായി പൊട്ടുന്നതെന്നൊക്കെ പരിമള മക്കളോട് പറയുമ്പോഴോ മക്കൾക്ക് അതൊക്കെ കേട്ട് വല്ലാതെ ദേഷ്യം വരികയാണ് ചെയ്യുന്നത്. അങ്ങനെ ഒരു നക്കി സ്വഭാവമാണ് ഈ പരിമളയ്ക്ക്. അടുത്ത ദിവസം പതിവ് പോലെ തന്റെ ഭാര്യയ്ക്കും മക്കൾക്കുമൊപ്പം നടന്നു പോകുന്ന സമയത്ത് പതിവില്ലാതെ ആളുകളൊക്കെ കൂടി നിൽക്കുന്നത് പരിമള കാണുന്നു. പരിമളയും മക്കളും എന്താണെന്ന് അറിയുവാൻ വേണ്ടിയിട്ട് ചെന്ന് നോക്കുന്ന സമയത്ത് അവർ കാണുന്ന കാഴ്ച വർഗീസിനെ ആരോ കൊലപ്പെടുത്തിയിരിക്കുന്നു. വർഗീസ് മരണപ്പെട്ട് കിടക്കുകയാണ്. പോലീസും അവിടെ കൂടി നിൽക്കുന്നുണ്ട്. അത് കാണുന്ന പരിമളയും മക്കളും വല്ലാതെ ഷോക്കായി പോകുന്നു. മാത്രവുമല്ല ആരോ വർഗീസിന്റെ കൈയും വെട്ടിയെടുത്തിരിക്കുകയാണ്. വർഗീസിനോട് അത്രയും പകയുള്ള ആരോ ആണ് ഈ ഒരു കൊലപാതകം നടത്തിയിരിക്കുന്നത്. അവൻ ജീവിച്ചിരിക്കരുത് എന്ന് ചിന്തിക്കുന്ന ആരോ ആണ് ഇതിന് പിന്നിൽ. അയാളെ കണ്ടെത്തണമെന്നും പോലീസ് ഉദ്യോഗസ്ഥൻ സംസാരിക്കുന്നു. വർഗീസ് മരിച്ചു കിടക്കുന്ന കാഴ്ച കണ്ട് വല്ലാതെ പേടിച്ചാണ് പരിമളയും മക്കളും വീട്ടിലേക്ക് എത്തുന്നത്. അവർക്ക് എല്ലാവർക്കും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സംശയം. 4 പേർക്കും വർഗീസിനോട് നല്ല ദേഷ്യമുണ്ട്. ഇവർ 4 പേരും വർഗീസ് ഒന്ന് മരിക്കണമെന്ന് ആഗ്രഹിച്ചിട്ടുമുണ്ട്. അപ്പോൾ ഈ കൂട്ടത്തിൽ ആരോ ആയിരിക്കും വർഗീസിനെ കൊന്നത്. അതാരാണെന്ന് 4 പേരും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം സംശയിക്കുകയാണ് ചെയ്യുന്നത്. വർഗീസിനും പരിമളയുടെ കുടുംബത്തിനും തമ്മിൽ പ്രശ്നമുണ്ട് എന്നുള്ള കാര്യം അന്ന് ഈ നാട്ടുകാർക്ക് എല്ലാവർക്കും മനസ്സിലായതാണ്. മാത്രമല്ല നാട്ടുകാരുടെ മുന്നിൽ വെച്ചാണ് പരാശക്തി വർഗീസിനെ കൊല്ലുമെന്നും വെട്ടുമെന്നൊക്കെ ഭീഷണിപ്പെടുത്തിയത്. അവനെ കൊല്ലുമെന്ന് വിരട്ടിയിട്ടാണ് അവൾ കയറിപ്പോയതും. അതുകൊണ്ട് തന്നെ ഉറപ്പായിട്ടും പോലീസുകാർ നമ്മളെ അന്വേഷിച്ചു വരും. നിങ്ങൾ ആരെങ്കിലും എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ പരിമള ചോദിക്കുമ്പോൾ, അച്ഛനല്ലേ വർഗീസിനെ കൊല്ലുവാൻ വേണ്ടിയിട്ട് ആദ്യം പ്ലാൻ ചെയ്തത്, അപ്പോൾ ഞങ്ങൾ എങ്ങനെ വർഗീസിനെ കൊല്ലാനാ എന്നൊക്കെ പറഞ്ഞ് പരസ്പരം എല്ലാവരും സംശയിക്കുന്നു. അതേ സമയത്താണ് ഞെട്ടിക്കുന്നൊരു കാര്യം മധുമിത പറയുന്നത്. ഈ മധുമിത വർഗീസിനെ കോൾ ചെയ്തിരുന്നു. അത് കേട്ടതും പരിമള ഞെട്ടിപ്പോകുന്നു. അവൻ നിന്റെ പിന്നാലെ നടക്കുന്നു, നിന്നെ ശല്യം ചെയ്യുന്നു എന്നൊക്കെയുള്ളത് കൊണ്ട് നിനക്കവനോട് ചെറിയൊരു അട്രാക്ഷൻ തോന്നി വിളിച്ചതാണോ എന്ന് പരിമള ചോദിക്കുമ്പോൾ, അല്ല, ഞാൻ എവിടെ പോയാലും അവൻ എന്നെ ടോർച്ചർ ചെയ്യും, ശല്യം ചെയ്തുകൊണ്ടേയിരിക്കും. എനിക്ക് എങ്ങും പോകാൻ കഴിയില്ല, അവിടെയെല്ലാം അവൻ വരും. അതുകൊണ്ടാണ് ഞാൻ അവൻ്റെ നമ്പർ കണ്ടതേ അവനെ വിളിച്ചത്, എന്നെ ശല്യം ചെയ്യരുതെന്ന് പറഞ്ഞ് വഴക്ക് പറയുവാൻ വേണ്ടിയിട്ട്. ആ ഒരു തവണ മാത്രമേ നീ വിളിച്ചോളൂ എന്ന് പരിമളം ചോദിക്കുമ്പോൾ, അല്ല, പിന്നീട് ഞാൻ വിളിച്ചു. എവിടെ പോയാലും അവനിങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ട് അവനെ വഴക്ക് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വിളിച്ചതെന്നുള്ള കാര്യം മധുമിത പറയുന്നു. വർഗീസ് എന്നെ വല്ലാതെ ശല്യം ചെയ്യുകയും അവൻ എന്നെ ചേർത്ത് നിർത്തി ഫോട്ടോ എടുക്കുകയും ചെയ്തു. ഞാൻ അവനെ തല്ലുകയുണ്ടായി. അതിനവൻ അവൻ്റെ അമ്മയെ എൻ്റെ മുന്നിലേക്ക് കൊണ്ടുവന്നു. അമ്മയ്ക്ക് എന്നെ പരിചയപ്പെടുത്തി കൊടുക്കുകയും ചെയ്തു. എന്നാൽ അമ്മ അവനെ എന്തിനാ തല്ലിയതെന്ന് ചോദിച്ചിട്ട് അമ്മ പറയുന്നത്, ഭാര്യയാകുമ്പോൾ ഭർത്താവിനെ തല്ലും, കെട്ടാൻ പോകുന്ന പെണ്ണല്ലേ എന്നൊക്കെ പറഞ്ഞ് അമ്മ ചിരിക്കുന്നു. എന്നാൽ അതേസമയം ഞാൻ അവനെ തല്ലിയ സമയത്ത് അവൻ്റെ മൂക്ക് വീർത്ത് വരികയുണ്ടായി. അത് കണ്ടതും എനിക്ക് ചിരി വന്നു. ഞാൻ അവരുടെ മുന്നിൽ വെച്ചങ്ങ് പൊട്ടിച്ചിരിച്ചു. അവർ കരുതിയത് വർഗീസിന് എനിക്ക് ഇഷ്ടമുള്ളത് കൊണ്ട് ഞാൻ ചിരിച്ചെന്നാണ്. ഇതെല്ലാം പറയുന്നത് കേട്ടിട്ട് പരിമളയ്ക്ക് ആകെ ഭ്രാന്ത് പിടിക്കുന്ന അവസ്ഥയായി. പരിമള പറയുന്നത്, ഇതെല്ലാം കേട്ടിട്ട് ഉറപ്പായിട്ടും പോലീസ് നമ്മളെ തേടി തന്നെ വരും. വർഗീസിന്റെ കോൾ ഡീറ്റെയിൽസ് എടുക്കുമ്പോൾ മധുമിതയുടെ നമ്പരും കിട്ടും. അതുകൊണ്ട് തന്നെ നമ്മൾ എന്തൊക്കെ പോലീസിന്റെ ചോദ്യങ്ങൾക്ക് മറുപടി പറയണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോൾ തന്നെ പ്ലാൻ ചെയ്യണം. നിങ്ങൾ പാപനാശം സിനിമ കണ്ടിട്ടില്ലേ? അതിലുള്ളതുപോലെ തന്നെ നമ്മളും പ്ലാൻ ചെയ്യണമെന്നും പരിമള പറയുന്നു. ദൃശ്യത്തിന്റെ തമിഴാണല്ലോ ഈ പാപനാശം, അതുകൊണ്ട് തന്നെ ആ വിധമാണ് അവർ പ്ലാനിംഗ് ഒക്കെ ചെയ്യുന്നതും.
മറ്റൊരു വശത്ത് വർഗീസിന്റെ കൊലപാതക കേസ് അന്വേഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ എത്തുകയാണ്. ആ പോലീസ് ഉദ്യോഗസ്ഥൻ വർഗീസിന്റെ ഫുൾ ഡീറ്റെയിൽസും എടുക്കുന്നു. മാത്രവുമല്ല, ഈ വർഗീസിന് എന്താണ് തൊഴിൽ, അവൻ ആരൊക്കെ ശത്രുക്കളുണ്ട്, ആരുമായിട്ട് അവൻ പ്രശ്നമുണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ കണ്ടെത്തുന്നു. അപ്പോഴാണ് ഈ വർഗീസിന് സ്റ്റാമ്പിന്റെ പരിപാടിയുള്ള കാര്യം കൂട്ടുകാർ വഴി അറിയുന്നത്. മാത്രവുമല്ല, വർഗീസിന് കുറച്ച് ശത്രുക്കളുമുണ്ട്. സ്റ്റാമ്പിന്റെ പരിപാടി എന്തെന്നാൽ ഈ സ്റ്റാമ്പ് ഒരു തരത്തിലുള്ള ഡ്രഗാണ്. അത് സ്കൂൾ വിദ്യാർത്ഥികൾക്കും ആവശ്യമുള്ളവർക്കും സപ്ലൈ ചെയ്യുക. അങ്ങനെയാണ് വർഗീസ് ഒരുപാട് കാശ് സമ്പാദിച്ചു കൊണ്ടിരിക്കുന്നതും. മാത്രവുമല്ല, വർഗീസിന്റെ ഫോണും പോലീസ് ഉദ്യോഗസ്ഥന് കിട്ടുകയുണ്ടായി. ഫോൺ പരിശോധിച്ച് നോക്കുന്ന സമയത്ത് അവസാനമായിട്ട് ഒരു നമ്പറിൽ നിന്നാണ് വർഗീസിന് കോൾ വന്നിരിക്കുന്നത്. ആ നമ്പറിലേക്ക് തിരിച്ചു വിളിക്കുമ്പോൾ കോൾ എടുക്കുന്നത് മധുമിതയും. നിങ്ങൾക്ക് വർഗീസിനെ അറിയുമോ എന്ന് ചോദിക്കുമ്പോൾ അറിയില്ല എന്നായിരുന്നു മധുമിതയുടെ മറുപടി. അല്ല, അവസാനം നിങ്ങളാണ് വിളിച്ചിരിക്കുന്നത്, അതാ ചോദിച്ചത്. അതെനിക്ക് നമ്പർ തെറ്റി കോൾ വന്നതാണ്, അങ്ങനെ ഞാൻ വിളിച്ചു നോക്കിയതാണെന്ന് മധുമിത കള്ളം പറയുന്നു. അല്ല, ഇതിൽ ലാസ്റ്റ് കുറച്ച് മെസ്സേജും കിടക്കുന്നുണ്ട്. ഞാൻ പറയുന്ന സ്ഥലത്തേക്ക് വരണം, ഒരു ഗിഫ്റ്റ് തരാനാണെന്നാണല്ലോ നിങ്ങൾ മെസ്സേജ് അയച്ചിരിക്കുന്നത്. എന്ത് ഗിഫ്റ്റ് കൊടുക്കാനാ നിങ്ങൾ വർഗീസിനെ വിളിച്ചതെന്നൊക്കെ പോലീസ് ഉദ്യോഗസ്ഥൻ ചോദിക്കുമ്പോൾ അത് കേട്ട് പേടിച്ച് മധുമിത കോള് കട്ട് ചെയ്ത് കളയുന്നു. മധുമിത ആരും അറിയാതെ ഇരുന്ന് കരയുകയാണ്. അവൾക്ക് വല്ലാതെ പേടിയാകുവാനായും തുടങ്ങി. പോലീസ് തന്നെ അറസ്റ്റ് ചെയ്യുമോ എന്ന ഭയം അവൾക്കുണ്ടാകുവാനായും തുടങ്ങി. വീട്ടിലൊരു പ്രശ്നം നടന്നുകൊണ്ടിരിക്കവേ തന്നെ പരാശക്തി തന്റെ കാമുകനെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നു. അമ്മ മാത്രമായിരുന്നു വീട്ടിലുണ്ടായിരുന്നതും. അമ്മയ്ക്ക് അവനെ പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. ഈ ഒരു കാര്യം അച്ഛനറിഞ്ഞാൽ എന്താകുമെന്നറിയാമല്ലോ, അതുകൊണ്ട് ഈ ഒരു വിഷയം നമ്മൾ രണ്ടുപേരും അറിഞ്ഞാൽ മതിയെന്നും സ്വതന്ത്രം പറയുന്നു. അങ്ങനെയിരിക്കെ പരിമളയ്ക്കൊരു കോൾ വരികയാണ്. നാട്ടിൽ നിന്നുമാണ് കോൾ വന്നത്. പരിമളയുടെ ചേച്ചിക്ക് സുഖമില്ലെന്ന്. എത്രയും വേഗം എത്തണമെന്നായിരുന്നു പരിമളയെ വിളിച്ചാൽ പറഞ്ഞതും. ഉടനെ തന്നെ പരിമള ഒറ്റയ്ക്ക് നാട്ടിലേക്ക് പോവുകയാണ് ചെയ്തത്. നാട്ടിലെത്തുന്ന സമയത്താണ് മറ്റൊരു ട്വിസ്റ്റ്. യഥാർത്ഥത്തിൽ ആരാണ് വർഗീസിനെ കൊന്നത് എന്നുള്ള കാര്യം പരിമള അറിയുന്നു. മാത്രമല്ല, പരിമളയുടെ ചേച്ചി മരണപ്പെട്ടു പോയി. ഈ ഒരു വിവരം അറിയിക്കുവാൻ വേണ്ടിയിട്ട് സ്വതന്ത്രത്തെ കോൾ ചെയ്യുകയാണ് പരിമള. ആ ഒരു വിവരം പറയുകയും ഉടനെ തന്നെ ഒരു കാര്യം കൂടി പരിമള ചോദിക്കുന്നു. വർഗീസിനെ കൊന്നത് നീയും കൂടെ ചേർന്നുകൊണ്ടാണല്ലേ? അപ്പോൾ എൻ്റെ വീട്ടിൽ തന്നെയാണ് കൊലപാതകി ഉള്ളതെന്നും പരിമള ചോദിക്കുന്നു. അതിന് ഞാനെന്തിനു കൊല്ലാനാ, ഞാനിതൊന്നും അറിഞ്ഞിട്ടില്ല എന്നൊക്കെ സ്വതന്ത്രം ഉരുണ്ട് കളിക്കുവാനായും തുടങ്ങി. ട്വിസ്റ്റ് എന്തെന്നാൽ വർഗീസിനെ കൊന്നത് പരിമളയുടെ സഹോദരനും സ്വതന്ത്രത്തിന്റെ സഹോദരനും ചേർന്നാണ്. പരിമളയുടെ സഹോദരൻ മരിച്ചതുകൊണ്ട് ആ ഒരു മരണാനന്തര ചടങ്ങിൽ പങ്കെടുക്കുവാനായി എത്തിയതാണ് പരിമളയുടെ സഹോദരൻ. അവിടെ വെച്ചാണ് വർഗീസിനെ ഇവർ രണ്ടുപേരും ചേർന്നാണ് കൊലപ്പെടുത്തിയത് എന്നുള്ള സത്യം. കുറേ നാളുകളായിട്ട് മധുമിതയെ ഒരുത്തൻ ശല്യം ചെയ്യുന്നു എന്നുള്ള കാര്യം സ്വതന്ത്രൻ തന്റെ സഹോദരനോട് പറയുകയുണ്ടായി. മാത്രവുമല്ല, ഈ പരാശക്തിയും മധുമിതയെ ഒരുത്തൻ ശല്യം ചെയ്യുന്നുവെന്നും വീട്ടിൽ വന്നുവരെ അവൻ പ്രശ്നമുണ്ടാക്കിയെന്നും പരിമളത്തിന്റെ സഹോദരനോടും പറയുകയുണ്ടായി. അങ്ങനെയാണ് ഈ രണ്ട് സഹോദരന്മാരും ചേർന്ന് പ്ലാൻ ചെയ്ത് അവനെ കൊല്ലുവാനായിട്ടും തീരുമാനിച്ചത്. അവനെ കൊല്ലണമെന്ന് പരാശക്തിയും സ്വതന്ത്രവും അവരോട് പറഞ്ഞിരുന്നു. അതനുസരിച്ചാണ് വർഗീസിനെ തട്ടുവാൻ വേണ്ടിയിട്ട് നൈസിന്റെ നാട്ടിലേക്ക് വന്നത്. വന്നിട്ട് അവിടെ വെച്ച് വർഗീസിനെ കാണുകയും നീ ഞങ്ങളുടെ വീട്ടിലെ പെൺകുട്ടിയെ ശല്യം ചെയ്യുമോടാ എന്ന് ചോദിച്ച് വർഗീസിനോട് പ്രശ്നമുണ്ടാക്കുന്നു. അവസാനം അതൊരു കയ്യേറ്റത്തിലെത്തുകയാണ്. എന്നല്ലൊടുവിൽ വർഗീസിനെ അവർ പിടിച്ച് തള്ളുകയുണ്ടായി. വർഗീസ് തറയിൽ വന്ന് വീണ് കല്ലിൽ തലയിടിച്ചാണ് അവൻ മരണപ്പെട്ടു പോയതും. ഇതാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചതെന്ന് രണ്ട് സഹോദരങ്ങളും പരിമളത്തിനോട് പറയുന്നു. അപ്പോൾ തന്റെ വീട്ടിൽ തന്നെയാണ് കൊലയാളികൾ ഉള്ളത്. അതുകൊണ്ട് പോലീസ് ഉറപ്പായിട്ടും ഈ ഒരു കാര്യം അന്വേഷിച്ച് ഞങ്ങളുടെ വീട്ടിൽ വരും. അതുകൊണ്ട് തന്നെ എങ്ങനെയെങ്കിലും എൻ്റെ കുടുംബത്തെ രക്ഷിക്കണം. എൻ്റെ ഭാര്യയ്ക്കും എൻ്റെ മൂത്ത മകൾക്കും ഇതിൽ അറിവുണ്ട്. അവരെ എങ്ങനെയെങ്കിലും രക്ഷിക്കണമെന്നും പരിമള തീരുമാനിക്കുന്നു. അതേസമയം സ്വതന്ത്രം തന്റെ രണ്ട് പെൺമക്കളെയും കൂട്ടി പരിമളയുടെ സഹോദരിയുടെ മരണാനന്തര ചടങ്ങിൽ പങ്കെടുക്കുവാനായും പോകുന്നു. എന്നാൽ മറ്റൊരു വശത്ത് വർഗീസിന്റെ ഡെഡ് ബോഡിയൊക്കെ കിട്ടുന്ന സമയത്ത് മോർച്ചറിയിലിരുന്ന് വർഗീസിന്റെ അമ്മ കരയുകയുണ്ടായി. നീ അവളെ ആത്മാർത്ഥമായിട്ടല്ലേടാ സ്നേഹിച്ചത്, നിനക്കൊരു പെണ്ണിനെ ഇഷ്ടമായിരുന്നല്ലോടാ, എന്നിട്ട് നീ എങ്ങനെ മരിച്ചു പോയല്ലോ എന്നൊക്കെ പറഞ്ഞാണ് അമ്മ കരയുന്നതും. എന്നാൽ അത് അവിടെയുണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ ശ്രദ്ധിക്കുന്നു. ഏത് പെൺകുട്ടിയെ അവൻ സ്നേഹിച്ചിരുന്നത് എന്നൊക്കെയുള്ള കാര്യം പോലീസ് ഉദ്യോഗസ്ഥൻ തിരക്കുന്നു. അത് പരിമളയുടെ ഇളയ മകളായിട്ടുള്ള മധുമിതയാണെന്നുള്ള കാര്യം പോലീസ് ഉദ്യോഗസ്ഥർ കണ്ടെത്തുകയാണ്. മാത്രവുമല്ല, വർഗീസിന് അവസാനം വന്ന കോൾ മധുമിതയുടേതാണെന്നും പോലീസ് ഉദ്യോഗസ്ഥർ കണ്ടെത്തുന്നു. അതോടുകൂടി പരിമളയും കുടുംബവുമാണ് വർഗീസിന്റെ കൊലപാതകത്തിന് പിന്നിലെന്ന് പോലീസ് ഉദ്യോഗസ്ഥർ ഉറപ്പാക്കുന്നു. അതിനുശേഷം ആ കുടുംബത്തിനെ കുറിച്ചാണ് കൂടുതലായിട്ടും പോലീസ് ഉദ്യോഗസ്ഥൻ അന്വേഷിക്കുന്നത്. പരിമളയും കുടുംബത്തെയും കുറിച്ച് അന്വേഷിക്കുവാൻ വേണ്ടിയിട്ട് അവർ താമസിക്കുന്ന വീട്ടിലേക്ക് എത്തുകയാണ് പോലീസ് ഉദ്യോഗസ്ഥർ. അവർ വീട്ടിലില്ല എന്ന് മനസ്സിലാക്കിയ പോലീസ് ഉദ്യോഗസ്ഥൻ ഹൗസ് ഓണറിനോട് പരിമളയും കുടുംബത്തിനെ
കൊലപാതകത്തിനെയും കുറിച്ച് അന്വേഷിക്കുന്നു. മരണാനന്തര ചടങ്ങെല്ലാം കഴിഞ്ഞ് തിരികെ ചെന്നൈയിലേക്ക് എത്തിയ സമയത്താണ് പരിമളയും കുടുംബത്തിനെയും അന്വേഷിച്ച് പോലീസ് ഉദ്യോഗസ്ഥൻ വന്ന കാര്യം അവരറിയുന്നതും. അതോടുകൂടി പോലീസുകാരുടെ സംശയം തങ്ങൾക്ക് നേരാണെന്നും പോലീസുകാർ വന്ന് അറസ്റ്റ് ചെയ്യുന്നതിന് മുൻപ് തന്നെ നേരിട്ട് പോയി കീഴടങ്ങാമെന്നുമൊക്കെ പരിമള തീരുമാനിക്കുന്നു. അതേ സമയമായിരുന്നു മധുമിതയ്ക്കൊരു കാര്യം സംഭവിക്കുന്നത്. എന്തെന്നാൽ പതിവ് പോലെ മധുമിത നടന്നു വരുന്ന സമയത്ത് വർഗീസിന്റെ അമ്മയെ കാണുകയുണ്ടായി. വഴിയിൽ കൂടി നടന്നു പോകുന്നവരോട് എല്ലാവരോടും എന്റെ മകനെ ആരാ കൊന്നത് എന്നൊക്കെ പറഞ്ഞ് ഒരു ഭ്രാന്തിയെ പോലെ ചോദിച്ചു കൊണ്ടിരിക്കുകയാണ് വർഗീസിന്റെ അമ്മ. വർഗീസിന്റെ അമ്മയ്ക്ക് ആകെ വർഗീസ് മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. തന്റെ അമ്മയെ അവൻ ബെസ്റ്റ് ഫ്രണ്ടായിട്ടായിരുന്നു കണ്ടിരുന്നത്. എന്നാൽ മകൻ മരിച്ചതോടുകൂടി അമ്മയുടെ സമനില തെറ്റി എന്ന് വേണമെങ്കിൽ പറയാം. മധുമിതയെ കണ്ട അമ്മ നേരെ അവൾക്കടുത്തേക്ക് എത്തിയിട്ട് എന്റെ മകൻ നിന്നെയല്ലേ പ്രണയിച്ചിരുന്നത്, നീയല്ലേ എന്റെ മകന്റെ മരണത്തിന് കാരണമെന്നൊക്കെ പറഞ്ഞ് വല്ലാതെ ബഹളമുണ്ടാക്കുമ്പോഴാണ് വർഗീസിന്റെ കൂട്ടുകാർ ഞെട്ടിക്കുന്നൊരു കാര്യം അവരോട് പറയുന്നത്. സത്യത്തിൽ വർഗീസ് പ്രണയിച്ചിരുന്നത് മറ്റൊരു പെൺകുട്ടിയാണ്. ഒന്ന് പോയാൽ മറ്റൊന്ന്, ഇതായിരുന്നു വർഗീസിന്റെ മൈൻഡ്. പക്ഷേ ഈ ഒരു കാര്യമൊന്നും മധുമിതയ്ക്ക് അറിയത്തില്ലായിരുന്നല്ലോ. വർഗീസ് പ്രണയിച്ചിരുന്ന പെൺകുട്ടിയുമായിട്ട് അവൻ ബ്രേക്കപ്പ് ആയി എന്നുള്ള കാര്യമൊക്കെ കൂട്ടാളികൾ പറയുന്നു. അത് കേട്ടതോടുകൂടി മധുമിത ആകെ തകർന്നു പോവുകയാണ്. വർഗീസ് തന്നെ ആത്മാർത്ഥമായിട്ടാണ് പ്രണയിച്ചിരുന്നതെന്നായിരുന്നു മധുമിത കരുതിയിരുന്നത്. അതുകൊണ്ട് തന്നെ തന്റെ പിന്നാലെ ഇങ്ങനെ ഒരു ഭ്രാന്തനെ പോലെ ചുറ്റുന്നവനോട് ചെറിയൊരു പ്രണയമൊക്കെ മധുമിതയ്ക്ക് തോന്നിയിരുന്നു. താൻ ചതിക്കപ്പെടുകയായിരുന്നല്ലോ, അവന് താൻ വെറും ടൈം പാസ് ആയിരുന്നല്ലോ എന്നൊക്കെ മനസ്സിലാക്കി മധുമിത സങ്കടത്തോടു കൂടിയാണ് വീട്ടിലേക്ക് എത്തുന്നതും. അതേസമയം പോലീസുകാർ വർഗീസിന്റെ ആദ്യത്തെ കാമുകിയെ കണ്ട് ചോദ്യം ചെയ്യുകയാണ്. വർഗീസിന്റെ മരണവുമായിട്ട് തനിക്കൊരു ബന്ധവുമില്ല എന്നും ആ പെൺകുട്ടി പറയുന്നു. മറ്റൊരു വശത്ത് പരിമളയ്ക്ക് വല്ലാത്ത ടെൻഷൻ. പോലീസ് സ്റ്റേഷനിൽ പോയി കീഴടങ്ങാമെന്നാണ് പരിമള കരുതുന്നത്. അടുത്ത ദിവസം തന്നെ പരിമള പോലീസ് സ്റ്റേഷനിലേക്ക് പോകുന്നു. കോൺസ്റ്റബിളിനോട് ഓരോ കാര്യങ്ങൾ തുറന്നു പറയുവാനായിട്ട് തുടങ്ങുന്ന സമയം തന്നെയായിരുന്നു. ഇവിടെ ഇൻസ്പെക്ടർ ആരുമില്ല, അതുകൊണ്ട് അവരൊക്കെ ഉള്ളപ്പോൾ വരുവാനായിട്ടും കോൺസ്റ്റബിൾ പറയുന്നു. അതേസമയം പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു കോള് വരികയാണ്. വർഗീസിന്റെ കൊലപാതകികളെ കേരളത്തിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട് എന്നുള്ള ഇൻഫർമേഷനാണ് വിളിച്ചാൽ പറഞ്ഞിരുന്നത്. അത് കേട്ടതും പരിമള ഷോക്കായി പോകുന്നു. പോലീസ് ഉദ്യോഗസ്ഥർ അറസ്റ്റ് ചെയ്തത് പരിമളയുടെ സഹോദരനെയും അളിയനെയുമായിരുന്നു. അടുത്തതായി പോലീസ് താൻ പോകുന്നത് തന്റെ വീട്ടിലേക്കാണല്ലോ എന്ന് ചിന്തിച്ച് എന്തൊക്കെയോ ചിന്തിച്ചു കൂട്ടുകയാണ് പരിമള. അതേസമയം മധുമിതയ്ക്ക് വല്ലാത്ത സങ്കടം. ഒരു റൗഡിയായിരുന്നാലും അവനോട് ചെറിയൊരു പ്രണയമൊക്കെ മധുമിതയ്ക്ക് തോന്നിയിരുന്നു. തന്നെ അവന് പ്രണയിച്ചിട്ടില്ല, അവന് വെറും ടൈം പാസ് ആണെന്നൊക്കെ ചിന്തിച്ച് അവൾ വല്ലാതെ സങ്കടപ്പെടുകയാണ് ചെയ്യുന്നത്. എന്നാൽ രണ്ടുപേരെയും അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്ന പോലീസ് അവരുടെ ഡീറ്റെയിൽസ് ഒക്കെ കളക്ട് ചെയ്യുന്നു. പരിമളയ്ക്കും കുടുംബത്തിനും അവരുമായി ബന്ധമുണ്ട് എന്ന് മനസ്സിലാക്കിയ പോലീസ് ഉദ്യോഗസ്ഥർ അവരുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും കളക്ട് ചെയ്യുകയാണ്. അതേസമയമാണ് മറ്റൊരു കാര്യം കൂടി പോലീസ് ഉദ്യോഗസ്ഥർ കണ്ടെത്തുന്നത്. വർഗീസിന് അവസാനമായിട്ട് കോൾ വന്നത് മധുമിതയുടെ നമ്പറിൽ നിന്നാണല്ലോ. മാത്രമല്ല താൻ പറയുന്ന സ്ഥലത്തേക്ക് വരണമെന്നും ഒരു ഗിഫ്റ്റ് തരാമെന്നും മധുമിത മെസ്സേജ് അയച്ചിരുന്നു. മധുമിത പറഞ്ഞ സ്ഥലം ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ അന്നേ ദിവസം വർഗീസിന്റെ മൊബൈൽ നമ്പരും മധുമിതയുടെ മൊബൈൽ നമ്പരും വർഗീസിനെ കൊന്ന രണ്ടുപേരുടെ മൊബൈൽ നമ്പരും അവിടെ ആക്റ്റീവായിരിക്കുകയാണ്. ഒരേ സ്ഥലത്ത് തന്നെയാണ് എല്ലാവരുടെയും മൊബൈൽ ടവർ ലൊക്കേഷൻ കാണിക്കുന്നതും. മാത്രവുമല്ല മധുമിതയുടെ ഫോണിൽ നിന്നും ഈ കൊലയാളികൾ രണ്ടുപേർക്കും കോള് പോയിട്ടുണ്ട്. അവരും മധുമിതയെ വിളിച്ചിട്ടുണ്ട്. അതിൽ നിന്നും ഈ ഒരു കൊലപാതകത്തിന് പിന്നില് പരിമളയും കുടുംബവുമാണെന്നൊക്കെ പോലീസ് ഉദ്യോഗസ്ഥർ ഉറപ്പിക്കുന്നു. പരിമളയ്ക്കും കുടുംബത്തിനും എതിരായിട്ടുള്ള എവിഡൻസ് എല്ലാം കളക്ട് ചെയ്ത പോലീസ് നേരെ എത്തുന്നത് പരിമളയുടെ വീട്ടിലേക്കാണ്. എന്നിട്ട് അവരെ ചോദ്യം ചെയ്യുവാനായും തുടങ്ങി. വർഗീസുമായിട്ട് നിങ്ങൾക്ക് എന്താണ് പ്രശ്നം? വർഗീസിന്റെ ഫോണിലേക്ക് അവസാനമായി കോൾ ചെന്നിരിക്കുന്നത് നിങ്ങളുടെ മകളായ മധുമിതയുടെ നമ്പറിൽ നിന്നാണ്. അപ്പോൾ നിങ്ങളല്ലേ അവനെ വിളിച്ചു വരുത്തി കൊല ചെയ്തത് എന്നൊക്കെ പോലീസ് ഉദ്യോഗസ്ഥൻ ചോദിക്കുമ്പോൾ, സാറേ യഥാർത്ഥത്തിൽ നടന്നതെന്തെന്നാൽ അവൻ എൻ്റെ മകളെ വല്ലാതെ ശല്യം ചെയ്യുമായിരുന്നു. വീട്ടിൽ വന്നും പ്രശ്നമുണ്ടാക്കിയിരുന്നു. അവൾ എവിടെ പോയാലും അവളെ വല്ലാതെ അവൻ ടോർച്ചർ ചെയ്തു. അത് സഹിക്കാനാകാതെയാണ് മധുമിത അവന്റെ നമ്പർ കണ്ടെത്തി അവനെ വിളിച്ചത്. എന്നിട്ട് തന്നെ ശല്യം ചെയ്യരുതെന്നും ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ അവനതൊന്നും കേൾക്കുകയുണ്ടായില്ല. വർഗീസിന്റെ ശല്യം വല്ലാതെ കൂടി വന്നതുകൊണ്ടാണ് പരിമളയുടെ സഹോദരനോടും സ്വതന്ത്രത്തിന്റെ സഹോദരനോടും ഈ ഒരു വിവരം പറഞ്ഞത്. അവനെ ജസ്റ്റ് ഒന്ന് വിരട്ടുക, അത്രമാത്രമായിരുന്നു ഞാൻ കരുതിയിരുന്നത്. അതിനാണ് ഞാനൊരു സ്ഥലത്തേക്ക് അവനെ വിളിച്ചു വരുത്തിയതും. അവിടേക്ക് അവൻ വന്ന സമയത്ത് രണ്ടുപേരും അവിടെ വന്ന് അവനെ വിരട്ടുകയും ചെയ്തു. പക്ഷേ അവിടെ നടന്ന അടിപിടിയിൽ അവനെ ജസ്റ്റ് ഒന്ന് പിടിച്ച് തള്ളുകയാണ് ചെയ്തത്. അവൻ തറയിലേക്ക് വന്ന് വീണ് തലയിടിച്ച് മരണപ്പെട്ടു പോയി എന്നുള്ള കാര്യവും മധുമിത പറയുന്നു. നടന്ന കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് കുടുംബം ഏറ്റു പറയുകയും ചെയ്തു. അതെല്ലാം കേട്ട പോലീസ് ഇൻസ്പെക്ടർ, അവൻ നിങ്ങളുടെ മകളെ നന്നായിട്ട് ശല്യം ചെയ്ത സമയത്ത് അവനെ ഒന്ന് വിരട്ടണമെന്ന് കരുതി വിളിച്ചു വരുത്തി. അവനെ പിടിച്ച് തള്ളിയപ്പോൾ തറയിൽ വീണ് തലയിടിച്ച് മരണപ്പെട്ടു പോയി. അങ്ങനെയല്ലേ നിങ്ങൾ പറയുന്നത്? സത്യത്തിൽ അതല്ല യഥാർത്ഥത്തിൽ സംഭവിച്ചത്. വർഗീസിനെ കൊന്നത് മറ്റൊരാളാണ്.
അത് നിങ്ങളുടെ മൂത്ത മകളായ പരാശക്തിയുടെ കാമുകനായ ചിട്ടു ആണെന്നുള്ള കാര്യം പോലീസ് ഇൻസ്പെക്ടർ പറയുന്നു. അത് കേട്ടതും കുടുംബമെല്ലാം ഞെട്ടിപ്പോവുകയാണ് ചെയ്യുന്നത്. പരാശക്തിയും ആകെ ഷോക്കായി പോകുന്നു. പോലീസ് ഇൻസ്പെക്ടർ പറയുന്നത് ചിട്ടു ഒരു ഡ്രഗ്സ് ഡീലറാണ്. ചിട്ടുവും വർഗീസും ഒരുമിച്ച് ചേർന്നാണ് ഈ ഒരു ഡ്രഗ്സ് ഡീലിംഗ് ഒക്കെ നടത്തിക്കൊണ്ടേയിരുന്നതും. അവർ പാർട്ട്നേഴ്സിനെ പോലെയാ. എന്നാൽ ഇവർക്കിടയിൽ ചെറിയൊരു പ്രശ്നമുണ്ടാകുന്നു. വലിയ എമൗണ്ടിന്റെ ഒരു ഡീല് ചിട്ടു വർഗീസിന് പിടിച്ചു കൊടുക്കുകയുണ്ടായി. എന്നാൽ വർഗീസ് ആണെങ്കിൽ പണം മോഹിച്ച് ആ ഒരു ഡീൽ അവനങ്ങ് മുക്കിക്കളഞ്ഞു. അതോടുകൂടി ചിട്ടുവിന് വല്ലാതെ ദേഷ്യം വരികയും അതേ ചൊല്ലി ചിട്ടുവും വർഗീസും വഴക്കുണ്ടാവുകയും ചെയ്തു. ആ ഒരു വഴക്കിനിടയിലാണ് ചിട്ടു വർഗീസിനെ കൊലപ്പെടുത്തിയത്. ഇതാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്. ചിട്ടുവിനെ ഞങ്ങൾ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. അവൻ കുറ്റവും സമ്മതിച്ചിട്ടുണ്ട്. പക്ഷേ അവന്റെ കൈവശം 25 കിലോയുടെ ഡ്രഗ്സ് ഉണ്ട്. അതെവിടെയാണ് അവൻ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നതെന്ന് ഇതുവരെയും കണ്ടെത്താൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് തന്നെ പരാശക്തി, നീ ഞങ്ങൾക്കൊപ്പം സ്റ്റേഷനിലേക്ക് വരണം. എന്നിട്ട് ചിട്ടുവിനോട് അവൻ എവിടെയാണ് 25 കിലോയുടെ ഡ്രഗ്സ് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നതെന്ന് ചോദിച്ചു മനസ്സിലാക്കണമെന്നും ഇൻസ്പെക്ടർ പറയുന്നു. അതനുസരിച്ച് പരാശക്തി സ്റ്റേഷനിലേക്ക് കൂട്ടിക്കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. പരാശക്തി ചിട്ടുവിനെ കണ്ടതും കരയുവാനായിട്ടും തുടങ്ങി. നീ എന്നെ ചതിച്ചല്ലോ, നീ ഇങ്ങനെ ഒരാളാണെന്ന് ഞാൻ അറിഞ്ഞില്ല എന്ന് പറഞ്ഞ് ചിട്ടുവിനെ അവൾ ഒരുപാട് വഴക്ക് പറയുന്നു. അത് കേട്ട ചിട്ടു പറയുന്നത്, ഞാനൊരു ഡ്രഗ്സ് ഡീലർ തന്നെയാണ്. അത് നിന്നോട് ഞാൻ മറച്ചു വെച്ചു, തെറ്റ് തന്നെയാ. പക്ഷേ വർഗീസിനെ ഞാനല്ല കൊന്നത്, എനിക്ക് പിന്നിൽ മറ്റൊരാളുണ്ട് എന്നുള്ള കാര്യം ചിട്ടു പറയുന്നു. അവൻ പറയുന്നതൊന്നും കേൾക്കുവാനായിട്ട് പരാശക്തി കൂട്ടാക്കുന്നതേയില്ല. നീ എവിടെയാണ് 25 കിലോയുടെ ഡ്രഗ്സ് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നതെന്ന് പരാശക്തി ചോദിക്കുമ്പോൾ അത് നിന്റെ വീട്ടിൽ തന്നെയാണ് സേഫ് ആയിട്ടുള്ളതെന്നും ചിട്ടു പറയുന്നു. അത് കേട്ടതും പരാശക്തിക്ക് വല്ലാതെ ദേഷ്യം വരികയാണ്. എടാ, നീ എന്നോട് ഇങ്ങനെ തന്നെ കാണിക്കണം. നിനക്ക് ഡ്രഗ്സ് ഒളിപ്പിക്കാനായിട്ടുള്ള ഒരു സ്ഥലമാണോ എൻ്റെ വീടെന്നൊക്കെ ചോദിച്ച് അവൾ ഒരുപാട് വഴക്ക് പറയുന്നു. ഇൻസ്പെക്ടറിന്റെ ആവശ്യം എവിടെയാണ് 25 കിലോയുടെ ഡ്രഗ്സ് ഉള്ളത് എന്നതായിരുന്നു. അത് പരാശക്തി ചിട്ടുവിൽ നിന്നും ചോദിച്ച് മനസ്സിലാക്കി ഇൻസ്പെക്ടറിന് പറഞ്ഞു കൊടുത്തു. എല്ലാം കഴിഞ്ഞ് അവൾ സ്റ്റേഷനിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുന്ന സമയം പരാശക്തിക്ക് അടുത്തേക്ക് എത്തുന്ന ഇൻസ്പെക്ടറാണെങ്കിൽ, നിനക്കൊപ്പം പഠിച്ചിരുന്ന നവീനെ അറിയുമോ എന്ന് ചോദിക്കും. അറിയാമല്ലോ, നവീണിന്റെ ബെസ്റ്റ് ഫ്രണ്ടായിരുന്നു. ഞങ്ങൾ രണ്ടുപേരും നല്ല ഫ്രണ്ട്സാ. പക്ഷേ ഈയിടയ്ക്ക് നവീൻ മരണപ്പെട്ടു പോയി. ഒരു ആക്സിഡന്റ് ആയിരുന്നു എന്നുള്ള കാര്യമൊക്കെ പരാശക്തി പറയുമ്പോൾ, അവൻ ആക്സിഡന്റ് അല്ല സംഭവിച്ചത്, അവനെ കൊലപ്പെടുത്തിയതാണ്. ഞാൻ അവന്റെ അച്ഛനാണ് എന്നുള്ള കാര്യം ഇൻസ്പെക്ടർ പറയുന്നു. അപ്പോഴാണ് ഞെട്ടിക്കുന്നൊരു കാര്യം പരിമളം പറയുന്നത്. വർഗീസിന്റെ കൊലപാതകം നടന്നപ്പോൾ വർഗീസിനെ ആരാണ് കൊല ചെയ്തത് എന്നുള്ളത് കണ്ടുപിടിക്കുവാൻ വേണ്ടിയിട്ട് പരിമളവും ഒരുപാട് ശ്രമിച്ചിരുന്നു. പരിമളത്തിന് പണ്ട് പോലീസാകണമെന്നായിരുന്നു ആഗ്രഹം. പക്ഷേ നന്നായിട്ട് പഠിക്കാനൊന്നും കഴിയാത്തത് കൊണ്ട് തന്നെ അവസാനം ഇങ്ങനെയൊക്കെ അങ്ങായി. തന്റെ പോലീസ് ബുദ്ധി തന്നിൽ ഉള്ളത് കൊണ്ട് തന്നെയാണ് പോലീസ് ബുദ്ധി വെച്ച് ആരാണ് വർഗീസിനെ കൊന്നതെന്നുള്ള കാര്യം പരിമള കണ്ടെത്തിയിരുന്നു. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചെന്നാൽ, ഈ പോലീസ് ഉദ്യോഗസ്ഥന്റെ മകനാണ് നവീൻ. നവീൻ പഠിച്ചിരുന്ന കോളേജില് വർഗീസാണ് ഡ്രഗ്സ് സപ്ലൈ നടത്തിയിരുന്നത്. ഒരുപാട് കുട്ടികൾ ഡ്രഗ്സിന് അടിമയായി. അത് മനസ്സിലാക്കിയ നവീൻ പ്രിൻസിപ്പാളിനടുത്ത് പോയി കംപ്ലൈന്റ് ചെയ്യുകയുണ്ടായി. കോളേജിലേക്ക് ഡ്രഗ്സ് ഒക്കെ എത്തിക്കുന്ന കോളേജിൽ തന്നെയുള്ള കുറച്ച് പയ്യന്മാരാണെങ്കിലോ ഈ ഒരു വിവരം ഡ്രഗ്സ് ഡീലർമാരെ അറിയിക്കുകയും അവരാണെങ്കിൽ നവീനിനെ അടിച്ചു കൊലപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. തന്റെ മകന്റെ മരണത്തിന് കാരണമായവരെ എല്ലാവരെയും കൊല്ലണമെന്നും ഡ്രഗ്സ് സപ്ലൈ ചെയ്യുന്നവരെ എല്ലാവരെയും കണ്ടെത്തി അതെല്ലാം നിർത്തലാക്കിക്കണമെന്നും പോലീസ് ഇൻസ്പെക്ടർ തീരുമാനിക്കുന്നു. അങ്ങനെയാണ് കോളേജിലേക്ക് ഡ്രഗ്സ് സപ്ലൈ ചെയ്തിരുന്ന വർഗീസിനെ കണ്ടെത്തുന്നതും. വർഗീസ് ഡ്രഗ്സ് സപ്ലൈ നടത്തിയത് കൊണ്ടാണല്ലോ തന്റെ മകൻ ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. ഡ്രഗ്സ് സപ്ലൈ ചെയ്ത വർഗീസിനെ കൊലപ്പെടുത്തണമെന്നും പോലീസ് ഉദ്യോഗസ്ഥൻ തീരുമാനിക്കുന്നു. ആ സമയത്താണ് ഡ്രഗ് ഡീലർ അയച്ചിട്ടു പോലീസ് ഉദ്യോഗസ്ഥന്റെ കയ്യിൽ വന്ന് പെടുന്നത്. വർഗീസിനെ കൊലപ്പെടുത്തിയ പോലീസ് ഉദ്യോഗസ്ഥൻ ആ ഒരു കുറ്റം ചിട്ടുവിന്റെ മേൽ വെച്ച് കെട്ടിക്കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഈ ഒരു കാര്യങ്ങളെല്ലാം പരിമള കണ്ടെത്തിയിരുന്നു. പരിമള കണ്ടെത്തിയ കാര്യങ്ങളെല്ലാം തന്റെ കുടുംബത്തോട് പറയുകയാണ്. അങ്ങനെ ഇപ്പോൾ വർഗീസിന്റെ കേസ് ക്ലോസ് ആയിരിക്കുന്നു. തന്റെ കുടുംബത്തിലുള്ള ആർക്കും തന്നെ ഒരു പ്രശ്നവുമില്ല. ഇത്രയും നാൾ ടെൻഷൻ അടിച്ചത് വെറുതെയായി എന്നൊക്കെ ചിന്തിച്ച് സമാധാനത്തോടു കൂടി അവർ വീട്ടിലേക്ക് എത്തുന്നു. ഇത്രയും പ്രശ്നങ്ങളൊക്കെ അവരെ തേടി വന്നതുകൊണ്ട് തന്നെ ഹൗസ് ഓണർ ഇനി നിങ്ങൾ ഇവിടെ താമസിക്കാൻ പാടില്ല എന്ന് പറഞ്ഞതുകൊണ്ട് എന്തായാലും അവിടെ നിന്ന് മുൻകൂട്ടി പോകണമെന്നും ചിന്തിച്ച പരിമള തന്റെ കുടുംബത്തെയും കൂട്ടി അവിടെ നിന്ന് പോകുന്നു. പ്രശ്നങ്ങളൊന്നുമില്ലാതെ മറ്റൊരു നാട്ടിൽ പോയി സമാധാനത്തോടെ ജീവിക്കുവാൻ വേണ്ടിയിട്ട് ഇപ്പോഴുള്ള വാടക വീട്ടിൽ നിന്നും അവർ യാത്ര തിരിക്കുന്നു. അതേ സമയമായിരുന്നു പോലീസ് ഉദ്യോഗസ്ഥന്റെ കോൾ നമ്മുടെ പരിമളയ്ക്ക് വരുന്നത്. നിങ്ങളുടെ കുടുംബത്തിന് ഇനി എന്തായാലും എന്റെ സംരക്ഷണം ഉണ്ടാകും, ഒന്നുകൊണ്ട് പേടിക്കേണ്ട എന്ന് പോലീസ് ഉദ്യോഗസ്ഥൻ പറയുമ്പോൾ പോലീസ് ഉദ്യോഗസ്ഥനോട് പരിമളയുടെ മറുപടി, സാറല്ലേ വർഗീസിനെ കൊന്നത്, അത് ഞാൻ കണ്ടെത്തി കഴിഞ്ഞു. എങ്ങനെയാണെന്നുള്ളത് അടുത്ത പാർട്ടിൽ കാണാമെന്ന് രണ്ടാം പാർട്ടിലുള്ള ഒരു സൂചനയും നൽകിക്കൊണ്ടാണ് സിനിമയുടെ കഥ അവിടെ അവസാനിക്കുന്നത്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.